ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ലിഖിത വാക്കുകൾ അഥവാ അഗ്രഫ കോസ്റ്റാസ് ബലോമെനോസ് എന്ന കൃതിയിൽ നിന്നും വിവർത്തനം ചെയ്ത വസ്തുതകൾ ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കുന്നത്. ഗ്രീക്ക് പദമായ അഗ്രഫ അഥവാ എഴുതപ്പെടാത്ത വാക്കുകൾ ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ നൂറ്റാണ്ടുകളിലെ ചില എഴുത്തുകാർ 4 സുവിശേഷങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതും യേശു പറഞ്ഞതും ആയ വാക്കുകളെക്കുറിച്ച് ശാസ്ത്രീയമായ ഗവേഷണം നടത്തി. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിനു തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ നിയമത്തെക്കുറിച്ചുള്ള ചരിത്ര ഭാഷാശാസ്ത്രപരമായ വിമർശനം ക്രിസ്തുവിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന ഈ അന്വേഷണത്തിൽ പ്രത്യേക താല്പര്യവും ശാസ്ത്രീയ സംവേദനക്ഷമതയും പ്രകടിപ്പിച്ച് യേശുവിൻ്റെ വാക്കുകളുടെ പ്രാഥമിക രൂപങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും തിരിച്ചറിയുവാൻ കഴിയും. അവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ യഥാർത്ഥ കാതൽ പുനഃസ്ഥാപിക്കൽ പ്രാരംഭ ക്രിസ്ത്യാനിറ്റിയുടെ പല സ്രോതസ്സുകളിലും അലിഖിത വാക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവയിൽ മിക്കതിലും യാഥാർത്ഥ്യവും ആധികാരികതയും ഇന്നും നിലവിൽ തർക്കത്തിലുണ്ട്. കാരണം അവയിൽ പലതും ജ്ഞാനവാദത്തിൻ്റെ സമൂഹങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ജർമ്മൻ ഗവേഷകനായ എ റഷ് 1906 പ്രസിദ്ധീകരിച്ച അഗ്രാഫ എന്ന തൻ്റെ കൃതിയിൽ 291 എഴുതപ്പെടാത്ത പദങ്ങൾ അദ്ദേഹം ആദ്യമായി രേഖപ്പെടുത്തി. അതിൽ 194 എണ്ണം സഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും 97 എണ്ണം വൈജ്ഞാനിക ഉത്ഭവത്തിൻ്റെ അപ്പോക്രിഫൽ പ്രൊജക്റ്റുകളിൽ നിന്നും വന്നതാണ്. എന്നാൽ ഈ ആധാരങ്ങളുടെ ആധികാരികത സംശയാസ്പദമായി കണക്കാക്കപ്പെട്ടു. അവയിൽ 36 എണ്ണത്തെ മാത്രമേ റഷ് ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ളൂ. 1948-51 പ്രസിദ്ധീകരിച്ച ആൻ ബെക്കൻ്റെ ജീസസ് സോർട്ടെ എന്ന തൻ്റെ കൃതിയിൽ ജെറീമിയസ് 11 എണ്ണം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. 1896 പതിപ്പായ ഡൈസ് പ്രൂഷ് ജീസസിലെ ജെ റോബ്സ് 10 എണ്ണവും മറ്റുള്ളവയും മാത്രം സ്വീകരിച്ചു. ഗവേഷകർ വളരെ കുറച്ച് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ക്രിസ്തുവിൻ്റെ എഴുതാത്ത വാക്കുകൾ അഥവാ അഗ്രഫ. പുതിയ നിയമത്തിൽ ഇവയൊന്നും ഉൾപ്പെടുത്തിയിട്ടും ഇല്ല. പുസ്തകങ്ങളിൽ സുവിശേഷങ്ങൾ ഒഴികെ അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ ചില പുരാതന കോഡുകളുടെ അരികുകളിൽ പിന്നീട് അവർ അശ്രദ്ധമായി അല്ലെങ്കിൽ മനഃപൂർവ്വം പകർപ്പെഴുത്തുകാരുടെ പാഠങ്ങളിൽ പ്രവേശിച്ചു എന്ന് വേണം കരുതുവാൻ. ആദ്യ നൂറ്റാണ്ടുകളിലെ സഭാ എഴുത്തുകാരിൽ ജസ്റ്റിൻ, അലക്സാൻഡ്രിയയിലെ ക്ലെമന്റ്, ഒറിജിൻ, ഐറേനിയസ്, തെർത്തുല്യൻ മുതലായവർ അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ പ്രധാനമായും വൈജ്ഞാനിക ഉത്ഭവം അല്ലെങ്കിൽ സഭയുടെ ആരാധനാ പുസ്തകങ്ങളിൽ ഓക്സിറഞ്ചസ്, എങ്കർട്ടൺ, ഫയ്യൂം തുടങ്ങിയ വിവിധ പ്രസക്തമായ പാപ്പീറുകളിൽ കൂടാതെ യഹൂദ തൽമൂദിലും കാണുവാൻ കഴിയുന്നതാണ്. കാനോനിക്കൽ സുവിശേഷങ്ങൾക്ക് പുറത്ത് നമ്മളിലേക്ക് ഇറങ്ങി വന്ന യേശുവിൻ്റെ വചനങ്ങൾക്ക് 1776 ജി കോർണർ ആദ്യമായി ഉപയോഗിച്ച ഒരു പേരാണ് അഗ്രഫ എന്നത്. ആൽഫ്രഡ് റഷ് ഈ പദങ്ങൾ 1889 തൻ്റെ കൃതിയുടെ തലക്കെട്ടായി തിരഞ്ഞെടുത്തതിനു ശേഷം അതിൻ്റെ സാങ്കേതിക അർത്ഥം പൊതുവായി അംഗീകരിക്കപ്പെട്ടു. അഗ്രഫയിൽ 3 നിബന്ധനകൾ ആണ് അടങ്ങിയിട്ടുള്ളത്. 1, അവ വചനങ്ങളായിരിക്കണം, എന്നാൽ പ്രഭാഷണങ്ങളല്ല. 2, അവ യേശുവിൻ്റെ വചനങ്ങളായിരിക്കണം. 3, കാനോനിക്കൽ സുവിശേഷങ്ങളിൽ അവ അടങ്ങിയിരിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് അഗ്രഫയിൽ 3 നിബന്ധനകളായി നിശ്ചയിച്ചു വച്ചിട്ടുള്ളത്. യേശുവിൽ ആരോപിക്കപ്പെടുന്ന ചില വാക്കുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. 1, ഒരു മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടാതിരുന്നാൽ അംഗീകരിക്കപ്പെടാത്തവനാണ്. 2, ക്രോധം ജ്ഞാനികളെ പോലും നശിപ്പിക്കുന്നു.
3. നമുക്ക് എല്ലാ അകൃത്യങ്ങളെയും എതിർക്കുകയും അതിനെ വെറുപ്പോടെ പിടിക്കുകയും ചെയ്യാം. 4. ഇവർ തങ്ങൾ നെയ്യുകയും ഒന്നും നെയ്യുകയും ചെയ്യാത്തവരാണ്. 5. അവരുടെ ആലയം പിതാവേ ശൂന്യമായിരിക്കട്ടെ. 6. എന്നാൽ നിങ്ങൾ ചെറുതിൽ നിന്ന് വർദ്ധിപ്പിക്കുവാനും വലുതിൽ നിന്ന് കുറയുവാനും ആഗ്രഹിക്കുന്നു. 7. അന്നു തന്നെ ശാബത്തിൽ ഒരാൾ ജോലി ചെയ്യുന്നത് കണ്ട് അവൻ അവനോട് പറഞ്ഞു, മനുഷ്യ, നീ ചെയ്യുന്നതെന്തെന്ന് നീ അറിയുന്നുവെങ്കിൽ നീ ഭാഗ്യവാനാണ്. അറിയുന്നില്ലെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ്, നിയമം ലംഘിക്കുന്നവൻ. 8. സന്തോഷിക്കൂ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ നോക്കി. 9. ബലഹീനമായത് ശക്തനായതിൽ നിന്നും രക്ഷിക്കപ്പെടും. 10. നിങ്ങൾ താഴ്ത്തേതിനെ മുകളിലേക്കും ഇടതുവശത്തെ വലത്തോട്ടും ആക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. 11. ഞാൻ നിങ്ങളെ പിടിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ നിങ്ങളെ വിധിക്കും. 12. ചോദിക്കുക, അവൻ വലിയ കാര്യങ്ങൾക്കായി പറയുന്നു, ചെറുതും നിങ്ങളോട് ചേർക്കും. 13. എൻ്റെ സമീപമുള്ളവൻ അഗ്നിക്ക് സമീപമാണ്, എന്നിൽ നിന്ന് അകലെയുള്ളവൻ രാജ്യത്തിൽ നിന്നും അകലെയാണ്. 14. നിങ്ങൾ ലോകത്തോട് ഉപവസിക്കാതിരുന്നാൽ നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തുകയില്ല. 15. ഞാൻ ലോകത്തിൻ്റെ നടുവിൽ നിന്നും ജഡത്തിൽ ഞാൻ അവരെ കണ്ടു. എല്ലാ മനുഷ്യരും മദ്യപിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. ആരും അവരുടെ ഇടയിൽ ദാഹിക്കുന്നതായി കണ്ടില്ല. എൻ്റെ ആത്മാവ് മനുഷ്യപുത്രന്മാരെ ഓർത്ത് ദുഃഖിച്ചു. കാരണം അവർ അവരുടെ ഹൃദയത്തിൽ അന്ധരാണ്, അവർ കാണുന്നില്ല. 16. 2 പേരുള്ളിടത്തെല്ലാം അവർ ദൈവത്തെ കൂടാതെ ഇല്ല. ഒരാൾ മാത്രമുള്ളിടത്തെല്ലാം ഞാൻ അവനോട് കൂടെയുണ്ടെന്ന് ഞാൻ പറയുന്നു. കല്ല് ഉയർത്തുക, അവിടെ നിങ്ങൾ എന്നെ കണ്ടെത്തും. മരം പിളർത്തുക, ഞാൻ അവിടെ ഉണ്ട്. 17. ഒരു പ്രവാചകൻ സ്വന്തം രാജ്യത്ത് സ്വീകാര്യനല്ല, ഒരു വൈദ്യൻ അവനെ അറിയുന്നവരെ സുഖപ്പെടുത്തുന്നില്ല. 18. ഒരു കുന്നിൻ മുകളിൽ നിർമ്മിച്ചതും ഉറപ്പിച്ചതുമായ ഒരു നഗരത്തിന് വീഴാനോ മറയ്ക്കുവാനോ കഴിയുകയില്ല. 19. നീ ഒരു ചെവി കൊണ്ട് കേൾക്കുന്നു. 20. മനുഷ്യ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ മക്കാരിയോസ് ആണ്. നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവനും നിയമ കുറ്റവാളിയുമാണ്. 21. പിന്നെ ഇത് ആര് കാണും? കർത്താവ് അരുളി ചെയ്തു, അവർ അവരെ കാണും, അവർ യോഗ്യരാകും. 22. നീയാണ് പറഞ്ഞത്, നിങ്ങൾ എത്ര തവണ വീണാലും എഴുന്നേൽക്കുക, നിങ്ങൾ രക്ഷപ്പെടും. ഇപ്പറഞ്ഞ വാചകങ്ങളിൽ പലതും നമുക്ക് പരിചിതമായ വിപുലീകരണങ്ങളോ വകഭേദങ്ങളോ ആണ് സുവിശേഷത്തിൽ നിന്ന്. അവയിൽ വലിയൊരു വിഭാഗം അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനാൽ ഇത് വ്യാജമാണെന്ന സംശയത്തിന് വിധേയമാണ്. ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ ബൈബിളിന് പുറത്തു നിന്നോ ഉള്ള വാക്യങ്ങൾ യേശുവിൽ ആരോപിക്കപ്പെടുന്നു. ഇവയല്ലാതെ ചില ഭക്തരായ വിശ്വാസികളായ എഴുത്തുകാരുടെ ഭാവനയുടെ സൃഷ്ടികളായ വാക്കുകളും യേശുവിൻ്റെതായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ വാക്കുകൾ അവർ അറിയാവുന്ന കാനോനിക്കൽ സുവിശേഷങ്ങളിൽ നിന്ന്, അതായത് യേശുവിൻ്റെ പഠിപ്പിക്കലിൽ നിന്നും പുതിയതായി ഒന്നും ചേർക്കുന്നില്ല.
എന്നിരുന്നാലും എഴുതപ്പെടാത്ത ലിഖിത വാക്കുകളുടെ പ്രാധാന്യം പലവിധമാണ്. കാരണം അവ ആധികാരികമോ അല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രസക്തമായ ഘടകങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ അവ സഹായിക്കുന്നു. അതേസമയം ആദിമസഭയുടെ പാരമ്പര്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള നിയമവിരുദ്ധമായ സാക്ഷ്യപത്രങ്ങൾ ഒരുമിച്ച് നൽകുന്നും ചെയ്യുന്നു. വിവിധ വൈജ്ഞാനിക സംവിധാനങ്ങൾക്കൊപ്പം പ്രചോദനത്തിൻ്റെ പരിശീലനവും അവരുടെ കമ്മ്യൂണിറ്റികളുടെ പ്രസക്തമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എഴുതപ്പെടാത്ത ലിഖിതങ്ങൾ ചേർക്കുന്നു. അത് അവയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ യോഹന്നാൻ പറഞ്ഞതുപോലെ യേശു ചെയ്തതും പറഞ്ഞതുമായ പല കാര്യങ്ങളും സുവിശേഷത്തിന് പുറമെ ഉണ്ട്. അവ രേഖപ്പെടുത്തി വയ്ക്കൽ അസാധ്യമാണ്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ പഠനഭാഗം തയ്യാറാക്കുവാൻ വേണ്ടി റഫറൻസ് ചെയ്ത ഗ്രന്ഥങ്ങൾ അഗ്രഫ, കാത്തലിക് എൻസൈക്ലോപീഡിയ വാല്യം 1, ന്യൂയോർക്ക്, ന്യൂ അഡ്വെന്റ് ഓർഗ്, ജോൺ ഡി കരവിഡോ പൗലോസ് രചിച്ച പുതിയ നിയമത്തിൻ്റെ ആമുഖം, പാപ്പിറസ് ലാറൂസ് ബ്രിട്ടാനിക്ക എന്നീ ഗ്രന്ഥങ്ങളാണ് റഫറൻസിനെ ഉപയോഗിച്ചത്. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുവാനുണ്ടെങ്കിൽ അവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം എളിയ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഏവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.